നമ്മൾ സ്റ്റാക്കായിരുന്നു പഠിച്ചുകൊണ്ടിരിക്കുന്നത്. ആ സ്റ്റാക്കിൻ്റെ ഓരോ അപ്ലിക്കേഷൻസ് ആയിട്ട് നോക്കുമ്പോൾ സ്റ്റാക്കിൻ്റെ മെയിനായിട്ടുള്ള ഒരു അപ്ലിക്കേഷനാണ് എക്സ്പ്രഷൻ ഇവാലുവേഷൻ അഥവാ എക്സ്പ്രഷൻ കൺവേർഷൻ എന്ന് പറയുന്നത്. അപ്പോൾ ഒരു എക്സ്പ്രഷൻ എന്താണെന്ന് പറയുമ്പോൾ നമുക്ക് സിമ്പിളായിട്ട് പറയാം, ഒരു ഓപ്പറൻറ്റ് അതേപോലെ ഓപ്പറേറ്റേഴ്സ് അതിൻ്റെ ഒരു കോമ്പിനേഷനെയാണ് നമ്മൾ ബേസിക്കലി ഒരു എക്സ്പ്രഷൻ എന്നുള്ള രീതിയിൽ വിളിക്കുക. അതിൽ പരാന്തീസിസ് വരാം, ഡിഫറെൻറ്റ് ടൈപ്സ് ഓഫ് ഓപ്പറേറ്റേഴ്സ് വരാം. അതിനാണ് നമ്മൾ സിംപ്ലി ഒരു എക്സ്പ്രഷൻ എന്നുള്ളത് വിളിക്കുക. എക്സ്പ്രഷൻ മെയിനായിട്ട് 3 ടൈപ്പാണുള്ളത്. ഒന്ന് ഇൻഫിക്സ് എന്ന് നമുക്ക് വിളിക്കാം. ഇൻഫിക്സ് കൊണ്ട് ഉദ്ദേശിക്കുന്നത് എന്താണ്? ഈ ഓപ്പറേറ്റർ കൊണ്ട് ഉദ്ദേശിക്കുന്നത് നമ്മളിപ്പോൾ 5 + 2 എന്ന് എഴുതുന്നു. അപ്പോൾ 5ഉം 2ഉം ഒരു ഓപ്പറൻ്റാണ്. പ്ലസ് എന്ന് പറഞ്ഞാൽ ഓപ്പറേറ്ററാണ്. ഇനി 5ഉം 2ന് പകരം A+B എന്നാണെങ്കിൽ എയും ബിയും ഓപ്പറൻസ് ആണ്. പ്ലസ് എന്ന് പറഞ്ഞാൽ ഒരു ഓപ്പറേറ്ററാണ്. ഓക്കെ, അപ്പോൾ ഏറ്റവും സിമ്പിളായിട്ട് നമുക്ക് പറഞ്ഞാൽ ഓപ്പറൻറ്റിൻ്റെയും ഓപ്പറേറ്റേഴ്സിൻ്റെയും ഒരു കോമ്പിനേഷനെ നമുക്ക് എന്താ വിളിക്കാം? ഒരു എക്സ്പ്രഷൻ എന്നുള്ള രീതിയിൽ വിളിക്കാം. അപ്പോൾ നമ്മൾ കോമൺ ആയിട്ട് കാണുന്നത് ഇങ്ങനെയുള്ള എക്സ്പ്രഷൻസ് ആണല്ലേ നമ്മൾ യൂസ് ചെയ്ത് കണ്ടിട്ടുള്ളത്. A+B, 2 ഓപ്പറൻറ്റിൻ്റെ നടുവിൽ ഒരു ഓപ്പറേറ്റർ വരുന്നു. അതിനെ നമുക്ക് ഇൻഫിക്സ് എന്ന് വിളിക്കും. അതല്ലാണ്ട് 2 ഡിഫറെൻറ്റ് ടൈപ്സ് ഓഫ് ആൾക്കാരുണ്ട്. ഒന്ന് പ്രിഫിക്സും മറ്റൊന്ന് പോസ്റ്റ് ഫിക്സും. ഏറ്റവും സിമ്പിൾ വേയിൽ ഇങ്ങനെ മനസ്സിലാക്കി വെക്കുക. ഓരോ എക്സാമ്പിളായിട്ട് കാണുമ്പോൾ കുറച്ചും കൂടി ഡീറ്റെയിൽ ആയിട്ട് മനസ്സിലാവും. A+Bയിൽ AB എന്നുള്ളത് 2 ഓപ്പറൻറ്റും പ്ലസ് എന്ന് പറഞ്ഞ ഒരു ഓപ്പറേറ്ററുമായിരുന്നു. പ്രിഫിക്സ് പ്രീ എന്ന് പറയുമ്പോൾ മുന്നേ വരുന്നു, പ്രീവിയസ് എന്നൊക്കെ ഓർത്ത് പ്രിഫിക്സ്. അപ്പോൾ മുന്നേ പ്ലസ് വരികയാണെങ്കിൽ അല്ലെങ്കിൽ ഓപ്പറേറ്റർ മുന്നേ വരികയും അതിന് ശേഷം ഓപ്പറൻറ്റ് വരികയാണെങ്കിൽ നമുക്കതിനെ പ്രിഫിക്സ് എന്ന് വിളിക്കും. ഇനി പോസ്റ്റ് ഫിക്സ്, പോസ്റ്റ് പിന്നീട് എന്നുള്ളത് ഓർത്ത് വെക്കുക. AB നമ്മൾ സി പഠിച്ചപ്പോൾ പോസ്റ്റ് ഇൻക്രിമെൻറ്റ്, പ്രീ ഇൻക്രിമെൻ്റ് ഒക്കെ പഠിച്ചില്ലേ? ആ സെയിം സംഭവം തന്നെ. പോസ്റ്റ് ഫിക്സ് എന്നുള്ള രീതിയിൽ ശേഷം എന്നുള്ള രീതിയിൽ നമ്മൾ എന്ത് ചെയ്യുക? ഓർത്ത് വെക്കുക. സോ AB പ്ലസ് ഓപ്പറൻറ്റ് അവസാനം വരുന്നു. ഇതാണ് 3 ടൈപ്പ്: ഇൻഫിക്സ്, പ്രിഫിക്സ്, പോസ്റ്റ് ഫിക്സ്. ഇനി നമ്മളുടെ സിലബസിലുള്ളത് ഒരു ഇൻഫിക്സ് തന്നു കഴിഞ്ഞാൽ അതിനെ പോസ്റ്റ് ഫിക്സിലേക്ക് കൺവേർട്ട് ചെയ്യാനാണ് നമുക്ക് പഠിക്കാനുള്ളത്. ഇപ്പോൾ നോക്കിയേ, A+B എന്നുള്ളത് ഒരു ഒരു ഇൻഫിക്സിലുള്ള ആളാണ് A+B. ഇതിനെ നമുക്കൊരു പോസ്റ്റ് ഫിക്സിലേക്ക് കൺവേർട്ട് ചെയ്യണം. ഇതാണ് എൻ്റെ ക്വസ്റ്റ്യൻ. അപ്പോൾ ഇതെനിക്ക് ചെയ്യണം. ഇതെനിക്ക് ചെയ്യുന്നതിന് മുന്നേ നമുക്കൊരു ആൽഗോരിതം ഉണ്ട്. എങ്ങനെ ഇൻഫിക്സിൽ നിന്ന് പോസ്റ്റ് ഫിക്സിലേക്ക് കൺവേർട്ട് ചെയ്യാം എന്നുള്ളതിൻ്റെ ഒരു ആൽഗോരിതം ഉണ്ട്. ആദ്യം ആൽഗോരിതം ജസ്റ്റ് ഒന്ന് നോക്കാം, അതിനുശേഷം ഈ എക്സാമ്പിളിലേക്ക് തിരിച്ചു വരാം. ഇതാണ് അതിൻ്റെ ഒരു ആൽഗോരിതം എന്ന് പറയുന്നത്. അതായത് നമുക്ക് തന്നിട്ടുള്ള ഇൻഫിക്സ് എക്സ്പ്രഷൻ നമ്മൾ റീഡ് ചെയ്യേണ്ടത് ലെഫ്റ്റ് ടു റൈറ്റ് ആണ്. അപ്പോൾ A+B എന്നാണെങ്കിൽ A, അതിനുശേഷം പ്ലസ്, അതിനുശേഷം B. അതാണ് ലെഫ്റ്റ് ടു റൈറ്റ് കൊണ്ട് ഉദ്ദേശിക്കുന്നത്. ഇനി ഒരു സിമ്പലാണ് എൻ്റെ ഓപ്പറൻ്റ് ആയിട്ട് വരുന്നതെങ്കിൽ ഞാൻ അതിനെന്ത് ചെയ്യണം? ഔട്ട്പുട്ടിലേക്ക് ഡയറക്റ്റായിട്ട് എഴുതണം. സിമ്പലാണ് വരുന്നതെങ്കിൽ നേരെ ഔട്ട്പുട്ടിലേക്ക് കൊണ്ടുപോയി എഴുതണം. അതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് 5, 2 അല്ലെങ്കിൽ A, B അതിനെയൊക്കെ എനിക്ക് എന്തായിട്ട് മനസ്സിലാക്കാം? ഓപ്പറൻ്റായിട്ട് മനസ്സിലാക്കാം. സിമ്പൽ ഇസ് എൻ ഓപ്പറൻറ്റ്, ഔട്ട്പുട്ട് ഇറ്റ്. അങ്ങനെയാണെങ്കിൽ ഞാൻ അതിനെന്ത് ചെയ്യണം? ഔട്ട്പുട്ടിലേക്ക് കൊണ്ടുപോയിട്ട് എഴുതണം. ഓക്കെ, ഇനി പറയുന്നത് വരുന്നത് ഒരു ഇൻകമിങ് ഒരു ഓപ്പറേറ്റർ ആണെന്ന് വിചാരിക്കുക. ഇപ്പോൾ പ്ലസ്സോ സ്റ്റാറോ ഡിവിഷനോ പോലെയുള്ള ഒരു ഓപ്പറേറ്ററാണ് വരുന്നതെന്ന് വിചാരിക്കുക. അങ്ങനെ ഓപ്പറേറ്ററാണ് വരുന്നതെങ്കിൽ ഞാൻ ചെക്ക് ചെയ്യേണ്ടത് എൻ്റെ സ്റ്റാക്ക് എംപ്റ്റി ആണോ നോക്കണം. സ്റ്റാക്കിൽ ആരുമില്ലാത്തൊരു സിറ്റുവേഷൻ ആണെങ്കിൽ എനിക്ക് എന്ത് ചെയ്യാം? ആ ഇൻകമിങ് ഓപ്പറേറ്ററിനെ സ്റ്റാക്കിലേക്ക് പുഷ് ചെയ്ത് കൊടുക്കാം. ഇനി സ്റ്റാക്ക് എംപ്റ്റി അല്ല, ഇനി സ്റ്റാക്കിൽ ഏറ്റവും ലാസ്റ്റ് പുഷ് ചെയ്തിട്ടുള്ളത് ഒരു ഓപ്പൺ പരാന്തീസിസിനെ ആണോ എന്ന് നോക്ക്. ഓപ്പൺ പരാന്തീസിസിനെ ആണെങ്കിലും എനിക്ക് എന്ത് ചെയ്യാം? ആ ഇൻകമിങ് ഓപ്പറേറ്ററിനെ പുഷ് ചെയ്യാം. 2 കാര്യങ്ങൾ: ഒരു ഇൻകമിങ് ഓപ്പറേറ്റർ വന്നു കഴിഞ്ഞാൽ ഞാൻ സ്റ്റാക്ക് എംപ്റ്റി ആണോ നോക്കണം. സ്റ്റാക്ക് എംപ്റ്റി ആണെങ്കിൽ എനിക്ക് ആ ഇൻകമിങ് ഓപ്പറേറ്ററിനെ പുഷ് ചെയ്യാം അല്ലെങ്കിൽ ഇൻസേർട്ട് ചെയ്യാം. ഇനി ഏറ്റവും ലാസ്റ്റ് ഇൻസേർട്ട് ചെയ്ത് നിൽക്കുന്നത് ഒരു ഓപ്പൺ പരാന്തീസിസ് ആണെങ്കിലും എനിക്ക് എന്ത് ചെയ്യാം? ആ ഇൻകമിങ് ഓപ്പറേറ്ററിനെ പുഷ് ചെയ്യാം. അതാണ് എൻ്റെ നെക്സ്റ്റ് സ്റ്റെപ്പ്. ഇനി അടുത്ത സ്റ്റെപ്പ് പറയുകയാണേ. ഇനി ഒരു ഓപ്പറൻറ്റും അല്ല വന്നത്, ഓപ്പറേറ്ററും അല്ല വന്നത്, അതിന് പകരം വന്നത് ഒരു ഇൻകമ്മിങ് സിമ്പലായിട്ട് വരുന്നത് ഒരു ഓപ്പൺ പരാന്തീസിസ് ആണെന്ന് വിചാരിക്കുക. അങ്ങനെ ഒരു ഓപ്പൺ പരാന്തീസിസ് ആണെങ്കിലും ഞാൻ എന്ത് ചെയ്യണം? അതിനെയും
സ്റ്റാക്കിലേക്ക് പുഷ് ചെയ്യുകയാണ് വേണ്ടത്. അപ്പോൾ എനിക്ക് 3 കാര്യങ്ങൾ ഞാൻ നോക്കിയേ. ഓപ്പറൻഡ് വന്നു കഴിഞ്ഞാൽ ഞാൻ എന്ത് ചെയ്യണം? ഡയറക്റ്റായിട്ട് ഔട്ട്പുട്ടിൽ എഴുതണം. ഇനി ഒരു ഓപ്പറേറ്റർ വന്നു കഴിഞ്ഞാൽ സ്റ്റാക്ക് എം ടി ആണെങ്കിലോ സ്റ്റാക്കിലേക്ക് ലാസ്റ്റ് പുഷ് ചെയ്തത് ഒരു ഓപ്പൺ പരാന്തീസിസ് ആണെങ്കിലോ എനിക്ക് എന്ത് ചെയ്യാം? ആ ഇൻകമിങ് ഓപ്പറേറ്ററിനെ സ്റ്റാക്കിലേക്ക് പുഷ് ചെയ്യാം. ഇനി ഒരു ഓപ്പറേറ്ററും അല്ല ഓപ്പറൻഡും അല്ല വന്നത്, അതിന് പകരം ഒരു ഇൻകമിങ് ആയിട്ട് വന്നിട്ടുള്ളത് ഒരു ഓപ്പൺ പരാന്തീസിസ് ആണെങ്കിൽ അതിനെയും ഞാൻ സ്റ്റാക്കിലേക്ക് പുഷ് ചെയ്യണം. ഇനി ഓപ്പൺ പരാന്തീസിന് പകരം ക്ലോസ്ഡ് പരാന്തീസിസ് ആണ് വന്നതെങ്കിൽ ഞാൻ ചെയ്യേണ്ട കാര്യം ഇങ്ങനെയാണ്. ഞാൻ സ്റ്റാക്കിലുള്ള ഓരോരോ ആളുകളെ വെച്ചിട്ട് എന്ത് ചെയ്യണം? പോപ്പ് ചെയ്തിട്ട് ഔട്ട്പുട്ടിലേക്ക് കൊണ്ടുപോയി എഴുതണം. എവിടെ വരെ? എപ്പോഴാണോ ആദ്യത്തെ ഓപ്പണിംഗ് പരാന്തീസിസ് കാണുന്നത് അതുവരെ. ആദ്യത്തെ എന്ന് പറഞ്ഞുകൊണ്ട് ഉദ്ദേശിക്കുന്നത് സ്റ്റാക്കിലേക്ക് ആദ്യം ഇൻസേർട്ട് ചെയ്ത ഓപ്പണിംഗ് പരാന്തീസിസ് എന്നുള്ള മീനിങ്ങിലല്ല കേട്ടോ. ഇപ്പോൾ ഫോർ എക്സാമ്പിൾ ഇങ്ങനെയാണുള്ളതെന്ന് വിചാരിക്കുക. ഇതുണ്ട്, അതിനുശേഷം ഒരു ഓപ്പണിംഗ് പരാന്തീസിസ് ഉണ്ട്, അതിനുശേഷം പ്ലസ്, സ്റ്റാർ, പിന്നെ ഒരു ഓപ്പണിംഗ് പരാന്തീസിസ്, പിന്നെ ഡിവിഷൻ, ഇങ്ങനെയായിരുന്നു ഉണ്ടായിരുന്നത് എന്ന് വിചാരിക്കുക. അപ്പോൾ നോക്കിക്കുക, അതിനുശേഷം ഒരു ക്ലോസിംഗ് പരാന്തീസിസ് വന്നു കഴിഞ്ഞാൽ ഞാൻ ചെയ്യേണ്ടത് ആദ്യത്തെ ഓപ്പണിംഗ് പരാന്തീസിസ് കാണുന്നത് വരെ ഉള്ളതിനെ പോപ്പ് ചെയ്യണം. അപ്പോൾ ആദ്യത്തെ ഓപ്പണിംഗ് പരാന്തീസിസ് ഇതല്ലേ, ഇവിടെ നോട്ട് ഇങ്ങോട്ടാണ് നോക്കുക. ആദ്യത്തെ ഓപ്പണിംഗ് പരാന്തീസിസ് കാണുന്നത് വരെയുള്ള എല്ലാറ്റിനെയും ഞാൻ പോപ്പ് ചെയ്യണം. അതാണ് ഉദ്ദേശിക്കുന്നത്. അല്ലാണ്ട് ആദ്യം ഇൻസേർട്ട് ചെയ്ത് ഓപ്പണിംഗ് പരാന്തീസിസ് എന്നുള്ളതല്ല. ഓക്കെ, അപ്പോൾ അതും എനിക്ക് മനസ്സിലായി. ഇനി അടുത്തത്, നേരത്തെ ഒരു ഇൻകമിങ് ഓപ്പറേറ്റർ വരുമ്പോൾ നമ്മൾ എന്താ പറഞ്ഞത്? സ്റ്റാക്ക് എം ടി ആണെങ്കിൽ എന്ത് ചെയ്യണമെന്നും പറഞ്ഞു, സ്റ്റാക്കിൽ ഓപ്പണിംഗ് പരാന്തീസിസ് ഉള്ള സമയത്ത് എന്ത് ചെയ്യണമെന്നും ഞാൻ പറഞ്ഞു. ഇനി അങ്ങനെയല്ല, ഏതൊക്കെയോ ഓപ്പറേറ്റേഴ്സ് ഓൾറെഡി ആ ഒരു സ്റ്റാക്കിലുണ്ട് എന്ന് വിചാരിക്കുക. അങ്ങനെയുള്ളൊരു സിറ്റുവേഷനിൽ വന്നു കഴിഞ്ഞാൽ ഞാൻ എന്ത് ചെയ്യണം എന്നുള്ളതിൻ്റെ ഒരു 3 കേസാണ് പറയുന്നത്. ഓൾറെഡി സ്റ്റാക്കിൽ ഒരു ഇൻകമിങ് ഓപ്പറേറ്റർ ഉണ്ട് എന്ന് നമ്മൾ വിചാരിക്കുക. ആ ഉള്ള സമയത്ത് പുതിയൊരാൾ വന്നു. അങ്ങനെയാണെങ്കിൽ നമ്മളതിൻ്റെ പ്രയോറിറ്റിയാണ് നോക്കേണ്ടത്. അപ്പോൾ സ്റ്റാക്കിലുള്ളതിനേക്കാൾ ഹയസ്റ്റ് പ്രയോറിറ്റി ഉള്ള ആളാണ് വന്നതെങ്കിൽ ഞാൻ ഒന്നും നോക്കണ്ട, എനിക്ക് സുഖമായി അതിനെ പുഷ് ചെയ്യാം. ഫോർ എക്സാമ്പിൾ പ്ലസ് ആണ് സ്റ്റാക്കിലുള്ളതെന്ന് വിചാരിക്കുക. ആ സ്റ്റാർ വന്നു. അപ്പോൾ പ്ലസിൻ്റെയും സ്റ്റാറിൻ്റെയും പ്രയോറിറ്റി നോക്കി, പ്ലസിനേക്കാൾ ഹയസ്റ്റ് പ്രയോറിറ്റി സ്റ്റാറിനാണ്. അതുകൊണ്ട് എനിക്ക് സ്റ്റാറിനെ സ്റ്റാക്കിലേക്ക് പുഷ് ചെയ്യാം. അതാണ് ഈ പറഞ്ഞിട്ടുള്ളത് 6ാമത്തെ സ്റ്റെപ്പ്. ഇനി 7ാമത്തെ സ്റ്റെപ്പ് പറയുകയാണേ. 7ാമത്തെ സ്റ്റെപ്പ് കൊണ്ട് ഉദ്ദേശിക്കുന്നത് സ്റ്റാക്കിലുള്ളത് ഹയസ്റ്റ് പ്രയോറിറ്റി ഉള്ള ഒരാളാണ്, ലോവസ്റ്റ് പ്രയോറിറ്റി ഉള്ള ആളാണ് നെക്സ്റ്റ് ആയിട്ട് വന്നിട്ടുള്ളത്. അപ്പം എന്ത് ചെയ്യണം? അപ്പോൾ ചെയ്യേണ്ടത് ഇത്ര മാത്രമേ ഉള്ളൂ. സ്റ്റാക്കിലുള്ള ആളുകൾ എന്ത് ചെയ്തോളണം? ഞാൻ ഓരോരുത്തരെയായിട്ട് പോപ്പ് ചെയ്ത് കൊണ്ടേയിരിക്കണം. എപ്പം വരെ? എപ്പോഴാണോ ഇപ്പം പുതുതായി ആഡ് ചെയ്യാൻ വേണ്ടി വന്നിട്ടുള്ള ഓപ്പറേറ്ററിനേക്കാൾ ലെസ് പ്രയോറിറ്റി ആ സ്റ്റാക്കിലാവുന്നത് അതുവരെ ഞാൻ എന്ത് ചെയ്യണം? പോപ്പ് ചെയ്ത് ഔട്ട്പുട്ട് ചെയ്തുകൊണ്ടേയിരിക്കണം. അതാണ് എൻ്റെ 7ാമത്തെ സ്റ്റെപ്പ്. ഇനി 8ാമത്തെ സ്റ്റെപ്പ്, സെയിം പ്രയോറിറ്റി ഉള്ള ആളുകളാണ് വന്നത് എങ്കിൽ എന്ത് ചെയ്യും? ഇത് ഹയസ്റ്റ് പ്രയോറിറ്റി ഉള്ള ആൾ വന്നാൽ എന്ത് ചെയ്യണം എന്നുള്ളത് 6ൽ പറഞ്ഞു, ലോവസ്റ്റ് വന്നാൽ എന്ത് ചെയ്യണം എന്നുള്ളത് 7ൽ പറഞ്ഞു. 8ൽ പറയുന്നത് സെയിം പ്രയോറിറ്റി ആണെങ്കിൽ നമ്മൾ എന്ത് ചെയ്യണം? സെയിം പ്രയോറിറ്റി ആണെങ്കിൽ എഗെയിൻ നമ്മൾ 2 കാര്യങ്ങളോട് ചെക്ക് ചെയ്യണം. ആ വന്നിട്ടുള്ള ഓപ്പറേറ്റർ ഏത് അസോസിയേറ്റിവിറ്റിയുള്ള ആളാണ്? ലെഫ്റ്റ് ടു റൈറ്റ് ആണോ, റൈറ്റ് ടു ലെഫ്റ്റ് ആണോ? റൈറ്റ് ടു ലെഫ്റ്റ് അസോസിയേറ്റിവിറ്റി ഉള്ള ആളാണെങ്കിൽ നമ്മൾ എന്ത് ചെയ്യണം? പുഷ് ചെയ്യണം. നമുക്കാകെ ഒരാളെ മാത്രമേ നമ്മൾ റൈറ്റ് ടു ലെഫ്റ്റ് അസോസിയേറ്റിവിറ്റി വെച്ച് പഠിക്കുന്നുള്ളൂ. ആ ആളാണ് ആര്? എക്സ്പോണൻറ്റ് എന്ന് പറഞ്ഞിട്ടുള്ള ഒരു ഓപ്പറേറ്റർ. അത് വന്നു കഴിഞ്ഞാൽ നമുക്ക് പുഷ് ചെയ്യാം. ഇനി അതല്ല, പ്ലസ് ആയിക്കോട്ടെ, മൈനസ് ആയിക്കോട്ടെ, സ്റ്റാർ ആയിക്കോട്ടെ, ഡിവിഷൻ ആയിക്കോട്ടെ, അവരൊക്കെ എന്താണ്? ലെഫ്റ്റ് ടു റൈറ്റ് അസോസിയേറ്റിവിറ്റിയുള്ള ആൾക്കാരാണ്. അങ്ങനെയാണെങ്കിൽ നമ്മൾ ചെയ്യേണ്ടത് ഇങ്ങനെ മാത്രമാണ്. സ്റ്റാക്കിലുള്ളത് ആരാണോ അയാൾ അങ്ങ് പോപ്പ് ചെയ്ത് ഔട്ട്പുട്ടിലേക്ക് എഴുതുക. അതിനുശേഷം വരുന്ന ആളെ എന്ത് ചെയ്യുക? പുഷ് ചെയ്യുക. ഇതാണ് ആ ഒരു ആൽഗുരിതം. ഇനി ആൽഗുരിതം എക്സ്പ്ലെയിൻ ചെയ്യുമ്പോൾ എത്രത്തോളം കൺവിൻസ്ഡ് ആവും എന്ന് എനിക്കറിയില്ല. പക്ഷെ ഒരു 4-5 പ്രോബ്ലം, അതായത് 4-5 ഡിഫറെൻറ്റ് ടൈപ്സ് ഓഫ് പ്രോബ്ലംസ് സോൾവ് ചെയ്യാൻ ശ്രമിക്കുക എന്തായാലും. അപ്പോൾ ഒന്നും കൂടെ എന്ത് ചെയ്യാൻ പറ്റും? നമുക്ക് ക്ലിയർ ആവുമെന്ന് വിചാരിക്കും. അപ്പോൾ ഏറ്റവും സിമ്പിൾ വെച്ച് തുടങ്ങാം. ഒന്നാമത്തത് A+B. A+B എന്നുള്ളതിൻ്റെ ഒരു ഇൻഫിക്സ് ആണ്. അതിനെ എനിക്ക് പോസ്റ്റ് ഫിക്സിലേക്ക് കൺവേർട്ട് ചെയ്യണം. എങ്ങനെ ചെയ്യാം എന്നുള്ളതാണ് ചോദ്യം. ആദ്യം ആര് വന്നു? എൻ്റെ ഓപ്പണിംഗ് പരാന്തീസിസ് വന്നു. അത് ഞാൻ സിമ്പലിൽ എന്ത് എഴുതി? ഓപ്പണിംഗ് പരാന്തീസിസിനെ ഞാൻ കൊണ്ടുപോയിട്ട് സിമ്പലിൽ എഴുതി. ശരി, ഇത് നമ്മൾ എന്ത് ചെയ്യണം എന്നാണ് പഠിച്ചത്?
if the incoming symbol is open parenthesis push the symbol. അപ്പോൾ ഓപ്പണിംഗ് പരാന്തിസ് വന്നു കഴിഞ്ഞാൽ എന്ത് ചെയ്യണം എന്നാണ് നമ്മൾ പറഞ്ഞിട്ടുള്ളത്, അദ്ദേഹത്തിനെ സ്റ്റാക്കിലേക്ക് പുഷ് ചെയ്യണം. ഞാൻ സ്റ്റാക്കിലേക്ക് പുഷ് ചെയ്തു. ഓക്കെ, ഇനി അടുത്ത ആൾ ആരാ? അടുത്ത ആൾ എ. അപ്പോൾ ഞാൻ സിമ്പിളിൻ്റെ സ്ഥലത്ത് അടുത്ത ആൾ ഞാൻ എ എന്ന് എഴുതി. സ്റ്റാക്കിലുള്ളതിനെ നമ്മൾ തൊട്ട് താഴെ അതേപോലെ എടുത്തെഴുതി. ഓക്കെ, ഇനി എ എന്ന് പറഞ്ഞ ഒരു ഓപ്പറൻ്റ് ആണല്ലോ. ഒരു ഓപ്പറൻ്റ് വന്നു കഴിഞ്ഞാൽ എന്താ ചെയ്യേണ്ടത്? ഇഫ് ദി സിമ്പിൾ ഈസ് ആൻ ഓപ്പറൻറ്റ് ഔട്ട്പുട്ട് ഇറ്റ്. ഓപ്പറൻ്റ് ആണെങ്കിൽ നമ്മൾ അതിനെ എന്ത് ചെയ്യുക? ഔട്ട്പുട്ടിലേക്ക് കൊണ്ടുപോയി എഴുതുക. അപ്പോൾ എ എന്ന് പറഞ്ഞ ഒരു ഓപ്പറൻ്റ് ആണല്ലോ, അതുകൊണ്ട് ഞാൻ അദ്ദേഹത്തിന് എന്തെഴുതി? എവിടെ എഴുതി? ഔട്ട്പുട്ടിൽ കൊണ്ടുപോയിട്ട് എഴുതി. ഓക്കെ, ഇനി അടുത്തത് പ്ലസ് വന്നു. ഇത് രണ്ടും ഞാൻ അതേപോലെ താഴ്ത്തി എഴുതുകയാണ്. താഴ്ത്തി എഴുതി. ഓക്കെ, ഇനി പ്ലസ് വന്നാൽ ഞാൻ എന്ത് ചെയ്യണം? ഞാൻ പോയിട്ട് നോക്കി. ഇഫ് ദി സ്റ്റാക്ക് ഈസ് എംപ്റ്റി ഓർ ഓപ്പൺ പരാന്തിസിസ് പുഷ് ദി ഇൻകമിങ് ഓപ്പറേറ്റർ. ഇൻകമിങ് ഓപ്പറേറ്റർ വന്നാൽ സ്റ്റാക്ക് എംപ്റ്റി ആണോ അതോ സ്റ്റാക്കിൽ ഓപ്പണിംഗ് പരാന്തിസിസ് ആണോ ഉള്ളത് നോക്കാം. അങ്ങനെയാണെങ്കിൽ എനിക്ക് എന്ത് ചെയ്യാം? ഇൻകമിങ് ഓപ്പറേറ്ററിനെ സ്റ്റാക്കിലേക്ക് പുഷ് ചെയ്യാം. സ്റ്റാക്ക് എംപ്റ്റി അല്ല, പക്ഷേ സ്റ്റാക്കിൽ ആരാണുള്ളത്? ഒരു ഓപ്പൺ പരാന്തിസിസ് അല്ലേ ഉള്ളത്. അതുകൊണ്ട് എനിക്ക് എന്ത് ചെയ്യാം? ഈ പ്ലസ്സിന് ഇവിടത്തേക്ക് കൊണ്ടുപോയിട്ട് പുഷ് ചെയ്യാം. ഓക്കെ, അടുത്തത് ബി വന്നു. ബി വരുമ്പോൾ ഇതൊക്കെ ഞാൻ അതേപോലെ തന്നെ താഴ്ത്തി എഴുതുന്നു. ഇനി ബി ഒരു ഓപ്പറൻ്റ് അല്ലേ. എ വരുമ്പോൾ നമ്മൾ എന്തായിരുന്നു ചെയ്തത്? ഡയറക്റ്റായിട്ട് ഔട്ട്പുട്ടിൽ കൊണ്ടുപോയി എഴുതിയല്ലേ. അപ്പോൾ ബി വരുമ്പോഴും നമ്മൾ എന്താ ചെയ്യേണ്ടത്? ഡയറക്റ്റായിട്ട് ഔട്ട്പുട്ടിലേക്ക് കൊണ്ടുപോയിട്ട് എഴുതണം. ആദ്യം എ, അതിനുശേഷം ബി എഴുതി. ഓക്കെ, ഇനി ക്ലോസിംഗ് പരാന്തിസ് വന്നു. ക്ലോസിംഗ് പരാന്തിസ് വന്നു കഴിഞ്ഞാൽ നമ്മൾ എന്ത് ചെയ്യണം എന്നാണ് പറഞ്ഞത്? ഇഫ് ദി ഇൻകമിങ് സിമ്പിൾ ഈസ് ക്ലോസിംഗ് പരാന്തിസിസ് പോപ്പ് ദി സ്റ്റാക്ക് കണ്ടന്റ് അപ് ടു ഓപ്പണിംഗ് പരാന്തിസിസ് സിമ്പിൾ ആൻഡ് ഔട്ട്പുട്ട് ഇറ്റ് എന്ന് പറഞ്ഞാൽ, ഒരു ക്ലോസിംഗ് പരാന്തിസിസ് കണ്ടു കഴിഞ്ഞാൽ എപ്പോഴാണോ ഒരു ഓപ്പണിംഗ് പരാന്തിസിസ് കാണുന്നത് അതുവരെയുള്ള എല്ലാറ്റിനെയും ഞാൻ എന്ത് ചെയ്യുക? പോപ്പ് ചെയ്തിട്ട് ഔട്ട്പുട്ടിലേക്ക് കൊണ്ടുപോയി എഴുതുക. ഇപ്പോൾ എ ബി ഓൾറെഡി ഇവിടെ ഉണ്ടായിരുന്നു. ഇനി ഇവിടെ ഉണ്ടായിരുന്നത് പ്ലസ് ആണ്. പ്ലസ്സിനെ ഞാൻ പോപ്പ് ചെയ്തിട്ട് ഔട്ട്പുട്ടിലേക്ക് കൊണ്ടുപോയിട്ട് എഴുതി. ഇനി ഈ ഓപ്പണിംഗ് പരാന്തിസിസ് ഓട്ടോമാറ്റിക്കലി എന്ത് ചെയ്തു? അതങ്ങ് പോയി. അപ്പം നമുക്ക് ആൻസർ കിട്ടിയെന്ത്? എ ബി പ്ലസ്. ഇവിടെ നോക്കിയേ, എ പ്ലസ് ബി എന്നുള്ളത് എൻ്റെ ഇൻഫിക്സ് ആയിരുന്നു. ചെയ്തപ്പോൾ എനിക്ക് പോസ്റ്റ് ഫിക്സ് കിട്ടിയിട്ടുണ്ടായിരുന്നത് എ ബി പ്ലസ് ആയിരുന്നു. നമ്മൾ ആൽഗോരിതം ഫോളോ ചെയ്തപ്പോൾ എനിക്ക് എന്ത് കിട്ടി? എ ബി പ്ലസ് കിട്ടി. ഏറ്റവും സിമ്പിളായിട്ടുള്ള എക്സാമ്പിളാണിത്. നമ്മളൊരു 4-5 എക്സാമ്പിളും കൂടെ ചെയ്യും ഡിഫറെൻറ്റ് ടൈപ്പിൽ വരുന്നത്. അപ്പം കുറച്ചും കൂടി ക്ലിയർ ആവും. ഇനി ഇത് ഫസ്റ്റ് എക്സാമ്പിൾ ആയതുകൊണ്ടാണ് ഞാൻ ഓരോരോ പ്രാവശ്യം ഈ ആൽഗോരിതം നോക്കി ആൽഗോരിതം കാണിച്ചിട്ട് എക്സ്പ്ലെയിൻ ചെയ്തത്. ഇനി അതല്ലാതെ പറഞ്ഞു പോകും.